ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്ന് നല്ലപോലെ വൈറ്റനിങ് ആവാനും അതുപോലെ സൺ ടാൻ മാറാനും അതുപോലെ തന്നെ നമ്മുടെ തോൾ ഭാഗത്തും തുടഭാഗത്തൊക്കെ വരുന്ന കറുപ്പ് നിറം മാറാനുമുള്ള ഒരു നല്ല അടിപൊളി വഴിയുമായിട്ടാണ്. അപ്പം നമ്മുടെ ശരീരത്തും മുഖത്തും എല്ലാ ഭാഗത്തും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാക്കാണ് ഇത്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ പച്ചരിയാണ്. പച്ചരി ഈ ഒരു സ്പൂൺ അളവിൽ നമുക്ക് പച്ചരി എടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഉഴുന്നാണ്. ഉഴുന്നും അതേ അളവിൽ തന്നെ ഉഴുന്നും എടുക്കേണ്ടതാണ്. അപ്പോൾ ഉഴുന്നും പച്ചരിയും കൂടി നമുക്ക് ആദ്യം പൊടിച്ചെടുക്കണം. അപ്പം നല്ല പോലെ തരിതരിയൊന്നും ഇല്ലാതെ പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തരിതരി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാവുന്നതുമാണ്. അപ്പം അതുപോലെ ഒന്ന് അരിച്ചെടുത്ത് നമ്മൾ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് സ്ക്രബ് രൂപത്തിലാണെങ്കിൽ അരിച്ചെടുക്കേണ്ട, ഡയറക്റ്റ് അതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ തന്നെ ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് തൈര് ഒരു സ്പൂൺ അളവിൽ തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് പാലാണ്. പാലും നമുക്ക് അതേപോലെ ഒരു സ്പൂൺ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പാലെടുക്കുന്ന സമയത്ത് കാച്ചിയതായാലും കുഴപ്പമില്ല, പച്ചപ്പാലായാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. അപ്പം നല്ല പോലെ നമ്മുടെ പാക്കിൻ്റെ ഒരു അളവ് നമുക്കറിയാം, ആ രീതിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഇതുപോലെ ഡ്രൈ ആയ ഇങ്ങനെ ഈ ഒരു രൂപത്തിലാവുന്ന സമയത്ത് നമ്മുടെ പാൽ ഒഴിച്ചിട്ട് തന്നെ നമ്മൾ അതിനെ ഒരു ക്രീമി ടൈപ്പിൽ എടുക്കണം. വെള്ളം ഒഴിക്കേണ്ട, പാല് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചറിൽ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ പാക്കിൻ്റെ ഒരു ക്രീമി ടെക്സ്ചർ നമുക്ക് അറിയാം. അപ്പോൾ ആ ഒരു രൂപത്തിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ കയ്യിലാണിത് കാണിച്ചിരുന്നത്, കാരണം മുഖത്ത് ബെറ്റർ റിസൾട്ട് കയ്യിലായിരിക്കും നമുക്ക് കൂടുതൽ ക്യാമറയിൽ കാണാൻ പറ്റുക. അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ കാണിച്ചിരുന്നത്. നമുക്ക് കയ്യിലും ഞാൻ പറഞ്ഞ പോലെ മുഖത്തും അതുപോലെ തന്നെ നമ്മൾ തോൾ ഭാഗത്തും എല്ലാ ഭാഗത്തും നമുക്ക് ഇത് പുരട്ടി കൊടുക്കാവുന്നതാണ്. നല്ല റിസൾട്ടായിരിക്കും. ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ നല്ല പോലെ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങൾ ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ധൈര്യമായിട്ട് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. ഡെയിലി ഉപയോഗിക്കുന്നതിന് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു ഇത്ര പോരെ ഭാഗം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ലൈവായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പം വെറുതെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പോരാ, ഇതുപോലെ നമുക്കൊരു മൈൽഡായിട്ട് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ റൗണ്ട് മസാജ് ചെയ്തതിന് ശേഷം ഇതൊന്നും അധികം ഡ്രൈ ആവേണ്ട, കുറച്ചൊന്ന് ഡ്രൈ ആവുന്നവരെ ഉണങ്ങുന്നവരെ ഒന്ന് നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം. അപ്പം നല്ലപോലെ ഉണങ്ങി ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് വെള്ളം നനച്ചു കൊടുത്ത്, നമ്മൾ സാധാ വെള്ളത്തിലാണ് കഴുകുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം നനച്ചു കൊടുത്ത് അതുപോലെ നമുക്കൊന്നൊരു മൈൽഡായിട്ടുള്ള ഒരു മസാജിങ് കൊടുത്തിട്ട് വേണം നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ഉരച്ച് കളയാൻ പാടില്ല. കുറച്ച് വെള്ളം ഇങ്ങനെ നനവാക്കിയതിന് ശേഷം മാത്രമേ ഒരു മസാജിങ് കൊടുത്തിട്ട് നമ്മൾ കളയാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നത് നല്ല പോലെ സ്കിന്ന് വൈറ്റനിങ് ആയിട്ടുണ്ട്. എനിക്ക് നല്ല പോലെ അത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ മൊബൈലിൽ അത്രത്തോളം എനിക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ എനിക്ക് വളരെയധികം നല്ല വ്യത്യാസം, ഞാൻ ചെയ്ത ഭാഗത്തും അതിന് മുകളിലോട്ടുള്ള ഭാഗവും ചെയ്ത ഭാഗവും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ പതിവായിട്ട് ഡെയിലി നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും. നമുക്ക് എൻ്റെ മറ്റേ കൈയും ഇപ്പം നമ്മൾ ചെയ്ത കൈയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട്. നമുക്ക് സൺ ടാനും എല്ലാം മാറിക്കിട്ടാനുള്ളൊരു നല്ലൊരു വഴിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.